ഹലോ അബിയ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാൻഡ്സ്കേപ്പിംഗ് വീഡിയോ ആയിരുന്നു. നമ്മളൊരു 47 ലക്ഷറി വില്ലാസിൻ്റെ ഏകദേശം ഒരു 2 വർഷം മുമ്പ് നമ്മൾ ചെയ്ത ഒരു ലാൻഡ്സ്കേപ്പിംഗ് പ്രൊജക്റ്റാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അബിയ ഗാർഡൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളത് പോയി കാണാം. പിന്നെ നമ്മൾ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്ത് നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സിൻ്റെ ഒരു ഫസ്റ്റ് ലോഡ് വന്നിട്ടുള്ള ഒരു പുതിയ പ്ലാന്റ്സുകളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത്. അതിൻ്റെ തന്നെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെക്കൻഡ് പാർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ലോഡ് നമ്മുടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 35 ടൺ പ്ലാന്റ്സ് നമുക്ക് അടുത്ത ലോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും എല്ലാ സൈസും അത് പ്രൈസും ഉൾപ്പെടെ നമ്മളിതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ അബിയ ഗാർഡനിൽ നിന്ന് മേടിക്കുന്ന ഒരു ചെടി പോലും ഇനം മാറാണ്ട് 100% വിശ്വസ്തയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെടികൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകാം. മിനിമം 2500 രൂപയുടെ പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് നമ്മൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഹൈവേ ഡെലിവറി കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ 10,000 മേലെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് വീട്ടിലോട്ട് തന്നെ നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹൈവേ ഡെലിവറി എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഡെലിവറി കൊടുക്കുന്ന സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നില്ല ആദ്യം. അപ്പോൾ നമ്മളിപ്പോൾ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സും നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സും അതേപോലെ ഇൻഡോർ പ്ലാന്റ് ഒന്നും നമ്മൾ ഡെലിവറി കൊടുക്കുന്നില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇത് രണ്ടുമാണ് നമുക്കിപ്പോൾ ഡെലിവറി ആയിട്ട് ഇവിടുന്ന് പോകുന്നത്. പിന്നെ കൂടാതെ തന്നെ ഇവിടെ അടുത്തുള്ള കസ്റ്റമേഴ്സിനൊക്കെ മിനിമം ഒരു 5,000 റുപ്പീസിൻ്റെ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് നമുക്കൊരു 3-4 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി കരിയാട് കാർണിവൽ തിയേറ്ററിനോട് ചേർന്നിട്ട് അങ്കമാലി ആലുവ നാഷണൽ ഹൈവേയിലാണ് അബിയ ഗാർഡൻ്റെ ലൊക്കേഷൻ വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്. ഹൈവേയിൽ തന്നെയാണ് നമ്മുടെ നഴ്സറി ഉള്ളത്. എല്ലാ ദിവസവും വർക്കിംഗ് ഡേയ്സ് ആണ്. നമ്മുടെക്ക് രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് നമ്മുടെ നഴ്സറി ടൈമിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ബോൺസായിമെന്ന് തുടങ്ങാം. ബോൺസായി ഇഷ്ടപ്പെടാത്ത ആരുമില്ല അല്ല. ഇന്നത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പിൽ കൂടുതലും ഒരു മിനിമം ഒരു ചെറിയ ബോൺസായെങ്കിലും വെക്കുന്ന ആളുകളാണ് ഇന്ന് കൂടുതലും. കാരണം ബോൺസായിനോടുള്ള അഡിക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് അതിൻ്റെ ആ ഒരു ഷേപ്പിങ്ങും അതിൻ്റെ ആ ഒരു അപ്പിയറൻസാണ്, അതിൻ്റെ ഒരു ഭംഗിയാണ് ഇതിനോടുള്ള ഒരു അഡിക്ഷൻ കൂടാൻ കാരണം. അപ്പോൾ ഇന്ന് മാക്സിമം ലാൻഡ്സ്കേപ്പിൽ കൂടുതൽ ആളുകളും ഈ ബോൺസായി വെക്കാനുള്ള കാരണം അതിൻ്റെ ഒരു അപ്പിയറൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഈ പുറകിലിരിക്കുന്ന ഈ 2 പ്ലാന്റ് ഇത് ഫൈക്കസ് മൊക്ലൈമിൻ്റെ ബോൺസായി ആണ് ഈ കാണുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫൈക്കസ് മൊക്ലൈമാണിത്. ഫൈക്കസ് മൈക്രോകാർപ്പ് ഉണ്ട്, ബെഞ്ചമിന ഫൈക്കസ് ഉണ്ട്, അതേപോലെ തന്നെ ന്യൂഡ ഫൈക്കസ് ഉണ്ട്, പാണ്ട ഫൈക്കസ്, മൊക്ലൈൻ ഫൈക്കസ്, അങ്ങനെ തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരുപാട് വെറൈറ്റി കളക്ഷനാണ് നമ്മുടെ ഫൈക്കസ് ഫാമിലിയിലുള്ളത്. നമ്മൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഓരോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ടുള്ള ഫൈക്കസ് ഫാമിലി പെട്ട ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബിഗ് സൈസ് ബോൺസായികൾ വരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് മൊക്ലൈൻ ഫൈക്കസ് ആണ്. ഇപ്പോൾ ഈ 2 എണ്ണം മൊക്ലൈൻ ഫൈക്കസ് ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഡ്രാക്കോ ഈ ഷേപ്പാണ്, ഇത് ഡ്രാക്കോ ഷേപ്പാണ് ഈ കാണുന്നത്. അടിയിൽ ഇങ്ങനെ ഇരിക്കുന്നതിനാണ് ഈ ഡ്രാക്കോ ഷേപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് മൾട്ടി ലെയർ ആയിട്ടാണ്, മൾട്ടി ഹെഡ് ആയിട്ടാണ് ഈ ഡ്രാക്കോ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഫൈക്കസ് മൊക്ലൈമിൻ്റെ ഏകദേശം 35 ഇയേഴ്സ് ഓൾഡ് ഉള്ള ഒരു ബോൺസായി ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു 15 to 20 ഇയേഴ്സോളം ഗ്രോത്ത് ആയിട്ടുള്ള ഏജ് ആയിട്ടുള്ള പ്ലാന്റാണ് ഈ മൾട്ടി ഹെഡ് ഫൈക്കസ് മൊക്ലൈമാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഒരു ക്ലയൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ്. ഉടൻ തന്നെ ഇത് നമ്മൾ അവിടെ ആ സൈറ്റിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ലാൻഡ്സ്കേപ്പ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അവിടെ വലിയൊരു പ്രോജക്റ്റ്, ബിഗ് പ്രോജക്റ്റ് നമ്മളവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്ലാന്റ്സുകൾ വേണം. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ പറഞ്ഞില്ല. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് മോഡൽസ് ഉണ്ട് നമ്മുടെ നഴ്സറിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും അതിൻ്റെ ഫോട്ടോസ് സഹിതം നമുക്ക് അയച്ചു തരാൻ പറ്റും. ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ അവിടെ സൈറ്റിൽ വന്ന് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ വന്ന് പ്ലാന്റേഷൻ ചെയ്തു തരാൻ പറ്റും. നമുക്ക് ഈ ബാംബൂസ് എന്ന് പറഞ്ഞത് കൂടുതലും നമ്മൾ ലാൻഡ്സ്കേപ്പിൽ കൊണ്ടുവരാനുള്ള കാരണം എന്താ വെച്ചാൽ
കൂടുതലും എനിക്ക് തോന്നുന്നത് നമ്മളൊരു സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട്, അതായത് വാൾ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഈ ബാംബൂസിൻ്റെ വെറൈറ്റീസ്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് സ്ക്രീൻ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഗോൾഡൻ ബാംബു, അതേപോലെ തന്നെ പെയിൻറ്റിങ് ബാംബു, ബ്ലാക്ക് ബാംബു. ഇത് കൂടുതലാണ് അത്യാവശ്യം നല്ല ടോളിൽ നമുക്ക് നന്നായിട്ട് ട്രിം ചെയ്ത് നിർത്താൻ പറ്റിയ ഏറ്റവും ടോപ്പ് വെറൈറ്റിയിൽപ്പെട്ട ഒരു 3 വെറൈറ്റി ബാംബു ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇതിൽ തന്നെ എനിക്ക് തോന്നുന്നു ബാംബുവിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. എനിക്ക് ഒരു 10-12ഓളം വെറൈറ്റീസ് ബാംബു ഉണ്ട്. നമ്മുടെ നഴ്സറിൽ വന്നാൽ തന്നെ എനിക്ക് കാണാം ഒരു 8-9ഓളം വെറൈറ്റീസ് ബാംബൂസ് നമ്മുടെ നഴ്സറിലുണ്ട്. ഇത് എൻ്റെ പുറകിൽ കാണുന്നതാണ് നമ്മുടെ വൈറ്റ് ബാംബു ആണിത് ഈ കാണുന്നത്. വൈറ്റ് ബാംബും വെരിഗേറ്റഡ് ബാംബും രണ്ടും ഡിഫറെൻ്റ് ആണ്. ഞാൻ നിങ്ങളെ 2 പ്ലാന്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. എൻ്റെ ഈ പുറകിൽ കാണുന്നത് ഇതാണ് വൈറ്റ് ബാംബു എന്ന് പറഞ്ഞത്. ഈ വൈറ്റ് ബാംബുവിൻ്റെ അത് മനസ്സിലാക്കാനുള്ളത്, വൈറ്റ് ബാംബുവിന് എപ്പോഴും അതിൻ്റെ ലീഫ് ഉണ്ടല്ലോ, ഇതിൻ്റെ ലീഫിന് അത്യാവശ്യം നല്ല വീതി ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ഗ്രീൻ കളർ ലൈന് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതിൻ്റെ ലീഫിൽ തന്നെ ഒരു ഗ്രീൻ കളർ ലൈൻ ഉണ്ടാവും. ഇതാണ് നമ്മുടെ വൈറ്റ് ബാംബു എന്ന് പറഞ്ഞത്. ഈ വൈറ്റ് ബാംബു നമ്മൾ സ്ക്രീനിങ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം എന്താ വെച്ചാൽ സിംഗിൾ പ്ലാന്റ് ആയിട്ട് നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ല ലോണിലോ അല്ലെങ്കിൽ ഒരു കോർണറിലൊക്കെ സിംഗിൾ പ്ലാന്റ് ആയി കൊടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ട്രിം ചെയ്ത് നിർത്തുക. ട്രിം ചെയ്തിട്ട് നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത്, ബൗൾ ഷേപ്പ് വേണമെങ്കിൽ ബൗൾ ഷേപ്പിൽ നിർത്തുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത് ഇതിപ്പോൾ നമ്മളൊരു സ്ക്രീനിങ് പോലെയാണ് നമ്മുടെ ഈ കയറി വരുന്ന എൻട്രൻസിൽ നമ്മൾ വെച്ചിട്ടുള്ളത്. പക്ഷേ ഇതിലും ഭംഗി വരിക ഈ വൈറ്റ് ബാംബു ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സിംഗിൾ പ്ലാന്റ് ആയിട്ട് കൊണ്ടുവരുമ്പോഴാണ് അതിനൊരു സ്പെഷ്യൽ ഭംഗി ആ ലാൻഡ്സ്കേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇത് സൈസ് എന്ന് പറഞ്ഞത് ഇത് ജംബോ സൈസ് പ്ലാന്റുകളാണ്. 30x30 കവർ സൈസിലിരിക്കുന്ന ബിഗ് സൈസ് പ്ലാന്റാണ്. ഇത് അത്യാവശ്യം നല്ല ഗ്രോത്ത് ആയിട്ടുള്ള ജംബോ സൈസ് പ്ലാന്റുകളാണ്. അത്യാവശ്യം നല്ല കോസ്റ്റും വരുന്ന പ്ലാന്റുകളാണ്. ഇതൊക്കെ നമുക്ക് ചെറിയ പ്ലാന്റ് നമുക്കൊരു 650 മുതൽ 650 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇതൊക്കെ അത്യാവശ്യം ഒരു 5000 റേഞ്ച് വരുന്ന പ്ലാന്റ്സുകളാണ് ഈ ഇരിക്കുന്നതല്ല. അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും വർഷത്തോളം നോക്കി ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഗ്രോത്ത് ആയിട്ടുള്ളത്. വളരെ സ്ലോ ഗ്രോത്താണ്. മറ്റുള്ള ബാമ്പുവിനെ സംബന്ധിച്ചിടത്തോളം വൈറ്റ് ബാമ്പു വളരെ സ്ലോ ഗ്രോത്താണ്. പിന്നെ അതല്ല നമ്മൾ കട്ടിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്താലും നമുക്കൊരു 100 പ്ലാന്റൊക്കെ നമ്മൾ ചെയ്തെടുത്താൽ ആകെ ഒരു 15 പ്ലാന്റ് 20 പ്ലാന്റൊക്കെയാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണുള്ള കാരണം. പിന്നെ അതിൻ്റെ ഈ ബാംബുവിൻ്റെ ചോട്ടിൽ നിങ്ങൾക്ക് കാണാം, ഇത് നമ്മുടെ നന്ദ്യാർ വട്ടം. നന്ദ്യാർ വട്ടത്തിൻ്റെ ഓർഡിനറി എന്ന് പറഞ്ഞത് ഗ്രീൻ വെറൈറ്റിയാണ്. ഇത് നമ്മുടെ ഗോൾഡൻ നന്ദ്യാർ വട്ടമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈസ് 15-16 കവർ സൈസിലിരിക്കുന്ന അത്യാവശ്യം ട്രിം ചെയ്തിട്ടുള്ള മദർ പ്ലാന്റ് ആക്കി വെക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണാം, ഇത് കണ്ടോ, ഇത്രയും ബുഷായിട്ടുള്ള പ്ലാന്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ട്രിം ചെയ്ത് നിർത്തിക്കുകയാണ്. അത്യാവശ്യം നമുക്ക് ഇതിൽ നിന്ന് കട്ടിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. മദർ പ്ലാന്റുകളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒത്തിരി നമ്മുടെ നഴ്സറിൽ സ്റ്റോക്ക് ഉണ്ട്. കൂടാതെ നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിൽ ഒരു ഹെഡ്ജ് പോലെ കൊടുക്കാനൊക്കെ ഏറ്റവും നല്ല പ്ലാന്റാണ് ഈ നന്ദ്യാർവട്ടം ഗ്രീനും ഗോൾഡെല്ലാം. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് പ്ലൂമേരിയ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. പ്ലൂമേരിയയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ എല്ലാത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാന്റാണ് എൻ്റെ പുറകിൽ കാണുന്ന പ്ലൂമേരിയ. ഇത് കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ പ്ലൂമേരിയ വെറൈറ്റിയിൽ പ്ലൂമേരിയ ആൽബ, അതേപോലെ പ്ലൂമേരിയയുടെ റൂബ്ര വെറൈറ്റി ഉണ്ട്, പ്ലൂമേരിയ അമേരിക്കൻ ഡോർഫ് വൈറ്റ് ഉണ്ട്, പിങ്ക്, അങ്ങനെ തുടങ്ങി ഡിഫറെൻറ്റ് വെറൈറ്റീസ് പ്ലൂമേരിയ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പിൽ കൊടുക്കുന്ന പ്ലൂമേരിയസാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം. പക്ഷേ ഇത് വളരെ ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത ഇത് പർപ്പിൾ കളർ, ഫുൾ പർപ്പിൾ കളറായിട്ടുള്ള ഫ്ലവർ വരുന്ന പ്ലൂമേരിയാണ്. ഇത് ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് ഈ പ്ലൂമേരിയ. ഇത് നമ്മുടെ ഒരു ക്ലയൻറ്റിന്, നമ്മുടെ തൃശ്ശൂരിലുള്ള ഒരു ക്ലയൻറ്റിന് ഞങ്ങൾ ഓൾറെഡി അവിടെ ഒരു ബിഗ് പ്രോജക്റ്റ്, നല്ലൊരു ലാൻഡ്സ്കേപ്പിംഗ് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടത്തേക്ക് തന്നെയാണ് വളരെ ട്രോപ്പിക്കലായിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമ്മളവിടെ കൂടുതലും നമ്മളവിടെ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെയൊക്കെ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും. അപ്പോൾ ഇത് നമ്മുടെ ആ ക്ലയൻറ്റിൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ കൊണ്ടുവന്ന പ്ലാന്റാണ് ഈ പർപ്പിൾ കളർ പ്ലൂമേരിയ. ഏകദേശം ഒരു 10 ഫീറ്റോളം ഹൈറ്റ് വരുന്ന മൾട്ടി ബ്രാഞ്ചസ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 5 to 6 ഇയേഴ്സോളം ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഒരു 24 ഇഞ്ച് പോട്ടിലാണ് ഇരിക്കുന്നത്, ഡെക്കോറുടെ പോട്ടിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല സ്റ്റെം തിക്നെസ് ഉള്ള പ്ലാന്റാണ്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാന്റാണ് ഈ പ്ലൂമേരിയ പർപ്പിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ 21 സൈസ് മുതൽ 30 സൈസ് വരെയുള്ള പ്ലാന്റ്സ് ഉടൻ നമ്മുടെ നഴ്സറിൽ സ്റ്റോക്ക് വരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ആവറേജ് ഒരു 5 to 10,000 ഉള്ളിൽ നമുക്ക് ആ ഒരു പ്ലാന്റ് നമ്മുടെ നഴ്സറിൽ ആ ഒരു റേഞ്ചിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും.
ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ മാൽപീജിയൻ്റെ വെറൈറ്റീസ് ആണ്. മാൽപീജിയൻ്റെ ബൗൾ ഷേപ്പിലിരിക്കുന്ന പ്ലാന്റ് ആണ്. ഒരു 12 ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നതെല്ലാം. ഇത് മാത്രമൊന്നുമല്ല, നമ്മുടെ ആ ഷെയ്ഡിലൊക്കെ ഒരുപാട് ഡിഫറെൻറ്റ് സൈസസിൽ, അതായത് ഡിഫറെൻറ്റ് ഷേപ്പിലിരിക്കുന്ന പ്ലാന്റുകളുണ്ട്. ജിറാഫി ഉണ്ട്, കൊങ്ക ഉണ്ട്, കൂജ ഉണ്ട്, അതേപോലെ കോൺ ഷേപ്പ് ഉണ്ട്. അങ്ങനെ തുടങ്ങി ഒത്തിരി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കൂടുതലും നമ്മുടെ ഈ മാൽപീജിയൻ്റെ വെറൈറ്റീസും അതേപോലെ തന്നെ ഈ ഗോൾഡൻ സൈപ്രസ് ഒക്കെ പോലുള്ളത് ഈ ക്രിസ്മസ് സമയങ്ങളിലാണ് ഈ ലൈറ്റുകളൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ നേഴ്സറിയിൽ വന്നാൽ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 1500 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന ഷേപ്പിൽ നമുക്ക് വരുന്ന പ്ലാന്റുകളെല്ലാം 1500 രൂപ തൊട്ടിട്ടാണ് നമ്മുടെ നഴ്സറിയിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത്. ഡിഫറെൻറ്റ് സൈസിൽ അങ്ങോട്ട് ഒരു 13,000, 14,000, 15,000 വരെയുള്ള പ്ലാന്റിൻ്റെ ഷേപ്പുകളെല്ലാം ഈ മാൽപീജിയൻ വെറൈറ്റീസിൽ അഭയഗാർഡനിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്തൊരു വെറൈറ്റി ബാമ്പു ആണ് കാണിക്കുന്നത്. ഇത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു ബാമ്പു ആണ്. ഗോൾഡൻ ബാമ്പു അഥവാ സ്വർണ്ണമുള എന്നൊക്കെ പറയും. മലയാളത്തിൽ സ്വർണ്ണമുള എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ബാമ്പാണ് ഈ ഗോൾഡൻ ബാമ്പു എന്ന് പറഞ്ഞത്. എന്ന് വെച്ച് ഇത് ഒറിജിനൽ സ്വർണ്ണമൊന്നുമല്ല കേട്ടോ. ഇനിയിപ്പോൾ അത് വെച്ചിട്ട് ആരും ഇത് ചെയ്യാൻ വരണ്ട. അപ്പോൾ ഈ ബാമ്പൂവിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഇത് ഈ പ്രത്യേകം ശ്രദ്ധിക്കണം, യെല്ലോ ബാമ്പും ഗോൾഡൻ ബാമ്പും തമ്മിൽ ഒരുപാട് ഡിഫറൻ്റ് ഉണ്ട്. ഗോൾഡൻ ബാമ്പു ആണ് നമുക്ക് ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും അലങ്കരിക്കാൻ ഏറ്റവും നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഗോൾഡൻ ബാമ്പുവാണ്. അതുകൊണ്ടാണ് ഗോൾഡൻ ബാമ്പുവിന് അത്യാവശ്യം നല്ല ഒരു അത്യാവശ്യം റേറ്റും കൂടുതലാണ് ഈ ഗോൾഡൻ ബാമ്പു എന്ന് പറഞ്ഞ പ്ലാന്റിന്. യെല്ലോ ബാമ്പിന് വളരെ തുച്ഛമായിട്ടുള്ള പ്രൈസുള്ളൂ. ഒരു 60 60 റുപ്പീസ് മുതലാണ് യെല്ലോ ബാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റെമ്മിന് നല്ല തിക്നെസ് വരുന്നതും നല്ല ഹൈറ്റിൽ ടോളായിട്ട് പോകുന്ന ഒരു വെറൈറ്റിയാണ് യെല്ലോ ബാമ്പു. പക്ഷേ ഇതാണ് ഗോൾഡൻ ബാമ്പു. ഗോൾഡൻ ബാമ്പുവിൻ്റെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഒരു ആവറേജ് പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്റ്റാർട്ടിങ് വരുന്ന നമുക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ്സുകൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് പലപ്പോഴും നമുക്ക് നമ്മളോട് പേഴ്സണലായിട്ട് വാട്സപ്പിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ ഗോൾഡൻ ബാമ്പുവിൻ്റെ ഒരു 4 ഫീറ്റോളം ഹൈറ്റ് വരുന്ന പ്ലാന്റ്, 4 to 4.5 ഫീറ്റോളം ഹൈറ്റ് വരുന്ന ഒരു 3-4 ഷൂട്ടൊക്കെ ഉള്ള 16 കവർ സൈസിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മുടെ ഈ നഴ്സറിയിലുള്ളത്. ഒരു 150ഓളം പ്ലാന്റ് നമുക്ക് ലൈവായിട്ട് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുപോകാം. 650 റുപ്പീസ്, വെറും 650 രൂപ തൊട്ടിട്ടാണ് നമുക്ക് ഗോൾഡൻ ബാമ്പ് സ്റ്റാർട്ടിങ് വരുന്നത്. അതും നല്ല സൈസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇത് കണ്ടില്ല, ഇതിൻ്റെ സൈസ് കണ്ടോളൂ. ഇത്രയും പൊക്കമുള്ള പ്ലാന്റുകളാണ് 650 റുപ്പീസിനാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്ക് പിന്നെ ഇതിൽ നിന്നും റേറ്റ് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു 40-50 നമ്പേഴ്സൊക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ ഹോൾസെയിൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നഴ്സറിക്കാരെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ, കേരളത്തിൽ എവിടെയും കിട്ടാത്ത പ്രൈസിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റും. ഇനി ആ ഗോൾഡൻ ബാമ്പുവിൻ്റെ അടുത്തൊരു സൈസാണ് നമ്മൾ കാണിക്കുന്നത്. ഒരു 18 കവർ സൈസിലിരിക്കുന്ന ഒരു 1000 റേഞ്ച് വരുന്ന 1000 രൂപ റേഞ്ച് വരുന്ന 7 അടിയോളം പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ, 7 അടിയോളം പൊക്കമുള്ള പ്ലാന്റുകൾ. ഇത് കണ്ടില്ല, ഈ ഒരു റോ മൊത്തം ഏകദേശം ഒരു 140-140ഓളം പ്ലാന്റ് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബാംബൂസിൻ്റെ ഒക്കെ ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും, എത്ര വലിയ പ്രൊജക്റ്റ് ആണെങ്കിലും എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ ഫാമിൽ ഒരുപാട് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. 500-1000ഓളം പ്ലാന്റ് നമ്മുടെ ഫാമിൽ ഈ ഗോൾഡൻ ബാമ്പുവിൻ്റെ ഡിഫറെൻറ്റ് സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ ജംബോ സൈസ് പ്ലാന്റ് ഏകദേശം ഒരു 10 ഫീറ്റോളം പൊക്കമുള്ള പ്ലാന്റും നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ, നമ്മുടെ ലാൻഡ്സ്കേപ്പ് വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് സൈസിൽ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇനി അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മൾട്ടിപ്ലക്സ് അഥവാ പെൻസിൽ ബാമ്പു എന്നറിയപ്പെടുന്ന ഒരു ബാമ്പു ആണ് ഈ കാണുന്നത്. ഈ പെൻസിൽ ബാമ്പുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് ഹൈറ്റിൽ വിടണക്കായും ഏറ്റവും ഭംഗി വരെ കാണാൻ ഫെൻസിങ് കൊടുക്കുമ്പോൾ സ്ക്രീനിങ്ങിനായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു 5 ഫീറ്റിൽ ഒരു 6 ഫീറ്റിൽ നിങ്ങളത് ട്രിം ചെയ്ത് നിർത്തുമ്പോഴാണ് ഈ ഒരു പ്ലാന്റിന് അതിൻ്റേതായ നല്ലൊരു ഭംഗി വരുന്നത്. അപ്പോൾ ഇതിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്, ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ പെൻസിൽ ബാമ്പ് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ സ്റ്റെം തന്നെയാണ് ഈ പെൻസിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പെൻസിലിൻ്റെ കനമാണ് മാക്സിമം പെൻസിലിനേക്കാൾ ഇച്ചിരി കനം കൂടുതലുണ്ടാവും. സാധാരണ നമ്മൾ ഗോൾഡൻ ബാമ്പും അതേപോലെ പെയിൻറ്റിംഗ് ബാമ്പുവിൻ്റെ സ്റ്റെമ്മ് പോലെ ഒന്നും ഒരിക്കലും ഈ പെൻസിൽ ബാമ്പുവിൻ്റെ സ്റ്റെമ്മ് ആവില്ല. തിക്നെസ് വളരെ കുറവാകും. അതുകൊണ്ടാണ് ഈ പെൻസിൽ ബാമ്പു അഥവാ മൾട്ടിപ്ലക്സ് എന്നൊക്കെ പറഞ്ഞത് ഈ ബാമ്പുവിന്. പിന്നെ കൂടാതെ തന്നെ ഇതിൻ്റെ തന്നെ ഒരു ഇത് കണ്ടില്ലേ, ഒരു യെല്ലോ ഷെയ്ഡിൽ തന്നെ ഒരു ഗ്രീൻ കളർ വരുന്നത്. അതുകൊണ്ടാണ് ഈ മൾട്ടിപ്ലക്സ് എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഇതിൽ ഗോൾഡൻ ഉണ്ട്, പ്യുവർ ഗ്രീൻ കളറായിട്ടുള്ള
ഇതേപോലെ പ്യുവർ ഗ്രീൻ ആയിട്ടുള്ള 2 കളേഴ്സ് ഉണ്ട് ഈ മൾട്ടിപ്ലക്സ് ബാമ്പൂല്. ഇത് വരുന്നത് 13 കവർ സൈസാണ്. ഹൈറ്റ് നിങ്ങൾക്ക് കാണാം ഒരു 6 to 6.5 ഫീറ്റോളം അല്ലെങ്കിൽ 7 ഫീറ്റോളം ഹൈറ്റ് വരുന്ന അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകൾ 400 റുപ്പീസിൻ്റെ പ്ലാന്റുകളാണ് ഈ കാണുന്നതെല്ലാം. ഇതിൻ്റെ തന്നെ 21 കവർ സൈസും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ പെൻസിൽ ബാമ്പുവിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 300-400 പ്ലാന്റ്സോളം നമ്മുടെ നഴ്സറിയിൽ സ്റ്റോക്ക് ഇരിക്കുകയാണ്. ഇത് സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നത്. പ്ലാന്റുകളെല്ലാം നമ്മൾ കറക്റ്റ് ലെയർ ഇട്ടിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പെൻസിൽ ബാമ്പുവിൻ്റെ എല്ലാ നഴ്സറിലും നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റിയ 13 കവർ സൈസാണ്. പക്ഷേ ഇത് 21 കവർ സൈസിലിരിക്കുന്ന വലിയ പ്രോജക്റ്റുകൾക്ക്, ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ വലിയ പ്രോജക്റ്റുകൾക്ക് പോണ പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ സൈസ് ഇത് ഏകദേശം ഒരു 2-3 ആൾ പിടിച്ചാലാണ് ഇതിൻ്റെ വെയിറ്റ് നമുക്ക് ഇത് എടുത്ത് പൊന്തിക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഇത്രയും ബുഷായിട്ടുള്ള പ്ലാന്റ്. ഒരു പ്ലാന്റിൽ എനിക്ക് തോന്നുന്നു ഒരു കവറിൽ തന്നെ ഏകദേശം ഒരു 50-60 ഷൂട്ട് ഈ ഒരു പ്ലാന്റിൽ ഇരിക്കുന്നുണ്ട്. ഇത്രയും ബുഷായിട്ടുള്ള പ്ലാന്റാണ്. ഇതിൽ വീഡിയോയിൽ എത്രമാത്രം നിങ്ങൾക്ക് കാണുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കണ്ടില്ലേ, ഒരു 7 അടിയോളം പൊക്കമായിട്ട് നല്ല ബുഷായിട്ടുള്ള ഇത്രയും വലിയ ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ്. നമുക്കൊരു 1200 റേഞ്ച് വരുന്ന വലിയ പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം. നമ്മുടെ ഫോക്സ്റ്റെയിൽ പാം, ഇതാണ് ഈ ഫോക്സ്റ്റെയിൽ പാം എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ലാൻഡ്സ്കേപ്പിൽ നന്നായിട്ട് കൊണ്ടുപോയി വെച്ചിരുന്ന ഒരു പ്ലാന്റാണ് ഈ ഫോക്സ്റ്റെയിൽ പാം. ഫോക്സ്റ്റെയിൽ പാം വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോക്സ്റ്റെയിൽ പാം അതേപോലെ തന്നെ റോയൽ പാം, ഇത് രണ്ടും നിങ്ങൾ വീടിനോട് ചേർന്ന് അതല്ലെങ്കിൽ നിങ്ങൾ കോമ്പൗണ്ട് വാളിനോട് ചേർന്നിട്ട് കഴിയുന്നത് നിങ്ങൾ വെക്കാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് നല്ല സൈഡിലോട്ട് നല്ല വിഡ്ത്തായിട്ട് റൂട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ മതിലും അതേപോലെ നമ്മുടെ ഫില്ലറൊക്കെ ഉണ്ടെങ്കിൽ തുളച്ച് അങ്ങോട്ട് കളയാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളൊരു പ്ലാന്റാണ് ഈ ഫോക്സ്റ്റെയിൽ പാം അഥവാ റോയൽ പാം. 2 വെറൈറ്റീസ് ഉണ്ട് ഇതിൽ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വീടിനോട് ചേർന്ന് വെക്കാണ്ടിരിക്കുക. നമ്മുടെ ഒരു വഴി എൻട്രൻസിലോ അല്ലെങ്കിൽ വില്ല പ്രൊജക്റ്റുകളിലോ അല്ലെങ്കിൽ പാർക്കുകളിലോ റിസോർട്ടിലോ ഒക്കെ വെക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു പ്ലാന്റാണ് ഈ ഫോക്സ്റ്റെയിൽ പാം എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഒരു ഭംഗി അത്യാവശ്യം നല്ല ഭംഗിയാണ്. ഇതിൻ്റെ തടിയായിട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി വരുന്നത്. ഇതിൽ നമുക്ക് 4 സൈസാണ് വരുന്നത്. 13 കവർ സൈസ്, 350 റുപ്പീസ് സ്റ്റാർട്ടിങ്, ഒരു 7 അടിയോളം പൊക്കമുള്ള പ്ലാന്റ്. ഇതൊരു 9 അടി 10 അടിയോളം പൊക്കമുള്ള ഇതിൻ്റെ ഇത് കണ്ടില്ല, ഇത് 15-16 കവർ സൈസാണ്. ഈ സൈസൊക്കെ നമുക്ക് വരുന്നത് ഒരു 600 റുപ്പീസ് 600 റേഞ്ച് വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് 21 കവർ സൈസ് ഉണ്ട്, ഒരു 1350, 25 കവർ സൈസ്. അങ്ങനെ ഡിഫറെൻറ്റ് സൈസിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോക്സ്റ്റെയിൽ പാമ്പിൻ്റെ വെറൈറ്റീസ് നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ്. നമുക്ക് പ്ലുമേരിയനോട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളൊരു പ്ലാന്റും അതിൻ്റെ അതേ ഷേപ്പിൽ വരുന്നൊരു പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേരാണ് പോങ് പോങ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ലീഫിന് കണ്ടില്ലേ, ഈ ഒരു ഡാർക്ക് കളറാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത്. അപ്പോൾ ഡാർക്ക് ഒരു ബ്ലാക്ക് പോലെ ഇരിക്കുന്ന ഒരു കളറാണ് ഈ പോങ് പോങ്ങിൻ്റെ ലീഫിന് വരുന്നത്. ഇതിലൊരു ചെറിയ ഇതേപോലത്തെ കളർ ഫ്ലവറും ഇതിൽ വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഒരു പിങ്കിഷ് കളറാണ് ഫ്ലവർ വരുന്നത്. ഇത് നമ്മൾ ഇതേപോലെ ലാൻഡ്സ്കേപ്പിൽ പ്ലുമേരിയക്ക് പകരക്കാരൻ തന്നെ പറയാം. അപ്പോൾ ലാൻഡ്സ്കേപ്പിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ പോങ് പോങ്ങിൻ്റെ. ഏകദേശം ഒരു 7 അടി 8 അടിയോളം പൊക്കമുള്ള 21 കവർ സൈസിലിരിക്കുന്ന 2000 റേഞ്ച് വരുന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം. ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ നഴ്സറിയിൽ. നമ്മുടെ ഈ കലാത്തിയ ലൂട്ടിയപ്പോൾ ലാൻഡ്സ്കേപ്പിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അത് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യണത് നമ്മുടെ ആർക്കിടെക്ട്സ് തന്നെ. ആർക്കിടെക്ട്സ് ഓരോ പ്ലാന്റ് സജസ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ ഈ പ്ലാന്റുകൾക്കെല്ലാം ഡിമാൻഡ് കൂടുക എന്ന് പറയുമല്ലോ. അപ്പോൾ ഇത് കലാത്തിയ ലൂട്ടിയൻ്റെ ഏകദേശം ഒരു 8 അടി 9 അടിയോളം ഹൈറ്റുള്ള ഒരു പ്ലാന്റിൽ തന്നെ ഒരു 3-4 ഷൂട്ടൊക്കെ ഉള്ള അത്യാവശ്യം നല്ല സൈസ്ഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഈ പ്ലാന്റൊക്കെ നമുക്കൊരു 500 ഒക്കെ റേഞ്ചിൽ വരുന്ന പ്ലാന്റുകളാണ്, ഒരു 9 അടിയൊക്കെ ഹൈറ്റുള്ള പ്ലാന്റുകൾ. ഇതിൻ്റെ സ്റ്റാർട്ടിങ് 100 രൂപ തൊട്ടുള്ള പ്ലാന്റുകളുണ്ട്. നമുക്കതെല്ലാം കാണിക്കുന്നതിൽ 250 ആ റേഞ്ചിലൊക്കെ വരുന്ന പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെയും വലിയ സൈസ് ഉണ്ട്, 18, 21 കവർ സൈസിലിരിക്കുന്ന ബിഗ് സൈസ് പ്ലാന്റുകൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കലാത്തിയ ലൂട്ടിയൻ്റെ വലിയ പ്രൊജക്റ്റുകൾക്കും അതേപോലെ തന്നെ ചെറിയ പ്രൊജക്റ്റുകൾക്കുമുള്ള എല്ലാ സൈസിലുള്ള പ്ലാന്റും നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ വൈറ്റ് ബാമ്പിൻ്റെ മദർ പ്ലാന്റ്സ് കാണിച്ചിരുന്നു. അതിൻ്റെ ചെറിയ പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റേഞ്ചിലുള്ള ചെറിയ പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെരിഗേറ്റഡ് ബാമ്പു, വൈറ്റ് ബാമ്പു വെരിഗേറ്റഡ് ബാമ്പുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ അതിൻ്റെ ലീഫ് തന്നെയാണ്. ഇത് കണ്ടില്ലേ, വളരെ നാരോ ലീഫായിട്ടുള്ള ലീഫാണ് നമ്മുടെ വെരിഗേറ്റഡ് ബാമ്പുവിനുള്ളത്. വീതി കുറഞ്ഞ വളരെ നാരോ ലീഫായിട്ടുള്ള ലീഫാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ സൈസ് എന്ന് പറഞ്ഞത് 21 കവർ സൈസിലിരിക്കുന്ന പ്ലാന്റാണ്. ഒരു 6 അടിയോളം ബുഷായിട്ടുള്ള ബിഗ്
ബിഗ് സൈസ് പ്ലാന്റുകൾ 850 റേഞ്ച് വരുന്ന പ്ലാന്റുകളാണ്. ഇതും നമുക്ക് ലാൻഡ്സ്കേപ്പിൽ ഒരു ഹെഡ്ജിങ് പോലെ കൊടുക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ നമുക്ക് ഏറ്റവും എനിക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ബാമ്പുമാണ് നമ്മുടെ ഈ പെയിൻറ്റിങ് ബാമ്പു എന്ന് പറഞ്ഞത്. പെയിൻറ്റിങ് ബാമ്പും അതേപോലെ തന്നെ ഗോൾഡൻ ബാമ്പും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഗാർഡൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു കോൺസെപ്റ്റിൽ നല്ലൊരു ലാൻഡ്സ്കേപ്പ് കൊണ്ടുവരാൻ പറ്റും, നല്ലൊരു തീം കൊണ്ടുവരാൻ പറ്റിയ പ്ലാന്റ്സുകളാണ് ഈ ബാമ്പുവിൻ്റെ വെറൈറ്റീസ്. അതിൽ പെട്ട ഏറ്റവും നല്ല 2 പ്ലാന്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, പെയിൻറ്റിങ് ബാമ്പും ഗോൾഡൻ ബാമ്പും. പെയിൻറ്റിങ് ബാമ്പ് സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് 18 കവർ സൈസിൽ ഇരിക്കുന്നത് ഈ 850 റുപ്പീസിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു 9 അടി 10 അടിയോളം പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ പെയിൻറ്റിങ് ബാമ്പുവിൻ്റെ തന്നെ. നിങ്ങൾക്ക് വലിയ പ്രൊജക്റ്റിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ ലാൻഡ്സ്കേപ്പ് പ്രൊജക്റ്റിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോക്ക് നമുക്കുണ്ട് ബാമ്പുവിൻ്റെ വെറൈറ്റീസ്. ഇതുണ്ട് ഏകദേശം ഒരു 10 അടിയോളം പൊക്കമുള്ള വലിയ പ്ലാന്റുകൾ നമുക്ക് നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ബുദ്ധ ബാമ്പു എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ബുദ്ധ ബാമ്പുവിൻ്റെ 15-16 കവർ സൈസിലിരിക്കുന്ന പ്ലാന്റുകളാണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ സൈസ് കണ്ടോളൂ. ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് തന്നെയാണ് ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞത്. ശരിക്കും ഇതിൻ്റെ അടിയിൽ നമ്മൾ താഴോട്ട് ലീഫ് നിർത്തി കഴിഞ്ഞാൽ ഈ പ്ലാന്റ് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഷേപ്പിൽ കൊണ്ടുവന്ന് ലീഫ് കംപ്ലീറ്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് മേലോട്ട് ലീഫ് നിർത്തുമ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മ് നമുക്കിങ്ങനെ കാണണം. അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി വരിക. അപ്പോൾ നമുക്ക് ഇതും അതേപോലെ ലാൻഡ്സ്കേപ്പിൽ വെക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല വേര് റൂട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഈ ബുദ്ധ ബാമ്പു എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളതിൽ റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്, നമ്മുടെ തായ്ലൻഡ് ഗോൾഡൻ ബാമ്പു എന്ന് പറഞ്ഞത്. ഈ തായ്ലൻഡ് ഗോൾഡൻ ബാമ്പുവിന് ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റെമ്മ് വളരെ പെൻസിൽ പോലെ തന്നെയാണ് ഇരിക്കുക. അധികം തിക്നെസ് വരില്ല, നല്ല വലിയ സ്റ്റെമ്മ് വരില്ല, പെൻസിൽ പോലെ ഇരിക്കും. അപ്പോൾ നമുക്കൊരു ജംഗിൾ പോലൊക്കെ ഒരു സെറ്റ് ചെയ്യണമെങ്കിൽ, ഒരു ക്ലസ്റ്റർ സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു ടൈപ്പ് പ്ലാന്റാണ് ഈ തായ്ലൻഡ് ഗോൾഡൻ ബാമ്പു. ഇതിൻ്റെ സൈസ് കണ്ടില്ലേ നിങ്ങൾ, 21 കവർ സൈസിലിരിക്കുന്ന ബിഗ് സൈസ് പ്ലാന്റുകളാണ്. ഇതിന് ലീഫ് വളരെ കുറവാകും, മുകളിലോട്ടാണ് കൂടുതൽ ലീഫ് വരുന്നത്. ഇതിൻ്റെ ലീഫിനാണ് അത്യാവശ്യം നല്ല വീതിയുള്ള ഇലയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് റേഞ്ച് വരുന്നത് ഒരു 1500 റേഞ്ചിലാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ ഏകദേശം ഒരു 40-50 ഷൂട്ട്സ് ഉള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഇരിക്കുന്നതെല്ലാം. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ബാമ്പു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗോൾഡൻ ബാമ്പു കഴിഞ്ഞാൽ പിന്നെ പെയിൻറ്റിങ് ബാമ്പു, അതേപോലെ തന്നെ ബ്ലാക്ക് ബാമ്പു. ഈ ബ്ലാക്ക് ബാമ്പുവിൻ്റെ ശരിക്കും അതിൻ്റെ അപ്പിയറൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. നമ്മുടെ ആ പ്രൊജക്റ്റിൽ ശരിക്കും ഒരു വാള് ഏകദേശം ഒരു 50 മീറ്ററോളം ഞങ്ങൾ സ്ക്രീനിങ് ചെയ്ത് അവിടെ ഒരു 2 കൊല്ലം മുമ്പ് നമ്മളൊരു ബിഗ് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉടൻ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബാമ്പു ആണ് ഈ ബ്ലാക്ക് ബാമ്പു എന്ന് പറഞ്ഞത്. ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ കളർ ബ്ലാക്ക്, അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് ബാമ്പു എന്ന് പറഞ്ഞത്. ലീഫ് സെയിം തന്നെ, ഗോൾഡൻ ബാമ്പുവിൻ്റെ അതേ ലീഫ് തന്നെയാണ്, ഗ്രീൻ കളറിലുള്ള ലീഫ് തന്നെയാണ് ഈ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരുന്നത് ഒരു 1800 വരുന്ന ഒരു 12 അടി 13 അടിയോളം പൊക്കമുള്ള 21 കവർ സൈസ്. ഇത് കവർ സൈസ് മാറ്റാനായിട്ടുണ്ട്, ഒരു 25ലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയ പ്ലാന്റുകളാണ് ഈ കാണുന്നതെല്ലാം. നമുക്ക് അവന്യൂ പ്ലാന്റ്സ്, നിങ്ങൾക്ക് അവന്യൂ പ്ലാന്റ്സ് ഇഷ്ടമില്ലാത്ത ആരാളുള്ളത് അല്ലേ? അവന്യൂ പ്ലാന്റ്സ് ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം ട്രെൻഡാക്കുന്നത് നമ്മൾ തന്നെയാണ്. കാരണം ഒരുപാട് അവന്യൂ പ്ലാന്റ്സിനെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ തബൂബിയ റോസിയ എന്ന് പറഞ്ഞ തബൂബിയ റോസിയ. കൂടുതലും ലാൻഡ്സ്കേപ്പിൽ നമുക്ക് വെക്കാൻ പറ്റിയൊരു അവന്യൂ പ്ലാന്റ് ആണ് ഈ കാണുന്നത്, തബൂബിയ റോസിയ. ഇതിൻ്റെ സൈസ് കണ്ടോളൂ, ജംബോ സൈസാണ്. പല ഡിഫറെൻറ്റ് സൈസിലുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ. 15-16 ഒരു 500 റുപ്പീസ് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന ഒരു 1500-2000 റേഞ്ച് വരുന്നുള്ള തബൂബിയ റോസിയുടെ 10 അടി 15 അടിയോളം പൊക്കമുള്ള പ്ലാന്റുകളൊക്കെ നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ആൽമണ്ടിൻ്റെ വെറൈറ്റീസാണ് ഈ കാണുന്നതെല്ലാം. അങ്ങനെ ഒരുപാട് അവന്യൂ പ്ലാന്റ്സ് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് കയറി നോക്കുക, അതിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ DVDV, ഇത് ഏറ്റവും നല്ല പണ്ടൊക്കെ കോളേജുകളിലൊക്കെ വെച്ചിരുന്ന ഒരു മരമാണ് ഈ DVDV എന്ന് പറയുന്നത്. നല്ല തണൽ മരമാണ് ഈ കാണുന്നതെല്ലാം. ഇതാണ് നമ്മുടെ പാണ്ട ഫൈക്കസ് ആണ്. നമ്മൾ ഫൈക്കസിനെ പറ്റിയിട്ട് ഒരുപാട് വെറൈറ്റികൾ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൽ ഒരു വെറൈറ്റിയാണ് ഈ കാണുന്നത് പാണ്ട ഫൈക്കസ്. 21 കവർ സൈസിലിരിക്കുന്ന ഇതിൻ്റെ സൈസ് കണ്ടില്ലേ, ഇത്രയും ബുഷായിട്ടുള്ള പ്ലാന്റുകളാട്ടോ. ഇതൊക്കെ നമുക്ക് ലാൻഡ്സ്കേപ്പിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു ലീഫിൻ്റെ പ്രത്യേകതയിൽ ഗ്രീനും ഉണ്ട്, ഈ ഗോൾഡൻ കളറും ഉണ്ട് ഈ പാണ്ട ഫൈക്കസിൽ.
ഇത് നമ്മുടെ യൂജീനിയ ഫാമിലിപ്പെട്ട വേരിഗേറ്റഡ് യൂജീനിയാണ് ഈ കാണുന്നത്. യൂജീനിയയിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ലിവർ റെഡ് ഉണ്ട്, പിന്നെ അതേപോലെ നാരോ ലീഫ് യൂജീനിയ ഉണ്ട്, ക്രിസ്റ്റീന ഉണ്ട്, മിനി ഗോൾഡ് ഉണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് വേരിഗേറ്റഡ് യൂജീനിയ, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് യൂജീനിയ ഫാമിലിയിൽ. ഇത് നമ്മുടെ വേരിഗേറ്റഡ് യൂജീനിയ, ഒരു 5 അടി 6 അടി പൊക്കമുള്ള 21 കവർ സൈസിലിരിക്കുന്ന നമുക്ക് ലാൻഡ്സ്കേപ്പിൽ വെക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം. പിന്നെ അതേപോലെ നമ്മുടെ ടെർമിനൽ കണ്ട കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ ഏകദേശം ഒരു 2 റോ 10-60ഓളം പ്ലാന്റ് നമ്മുടെ നഴ്സറിലുണ്ട്. ഇനി ഒരു 15 പ്ലാന്റാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. കാരണം നമ്മൾ മാക്സിമം എവിടെ കിട്ടണേക്കായും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ടെർമിനൽ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു 7 അടി പൊക്കമുള്ള ടെർമിനലാണ് നമുക്ക് വരുന്നത്. റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് ഇനിയിപ്പോൾ ഒരു 10-15ഓളം പ്ലാന്റ് ടെർമിനൽ വെരിഗേറ്റഡ് നമ്മുടെ നഴ്സറിൽ അവൈലബിൾ ആണ്. അരേക്കൽ ഊട്രൻസിൻ്റെ 21 കവർ സൈസുള്ള പ്ലാന്റുകൾ. പിന്നെ അതേപോലെ തന്നെ അവന്യൂ പ്ലാന്റ്സ് ടെർമിനേലിയുടെ 21 ടെർമിനേലിയ ഗ്രീന് 21 പ്ലാന്റ് കഴിഞ്ഞതിൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ഒരു 12 അടി 15 അടിയോളം പൊക്കമുള്ള പ്ലാന്റുകൾ ഈ കാണുന്നതെല്ലാം ടെർമിനൽ വെരിഗേറ്റഡ് ആണ്, ടെർമിനലിയുടെ ഗ്രീൻ പ്ലാന്റുകളാണ് ഈ കാണുന്നതെല്ലാം. ഇത് ഇല ഇപ്പോൾ ലോഡ് വന്നതുകൊണ്ടാണ് ലീഫ് കൊഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എത്ര വേണമെങ്കിലും നമ്മുടെ നഴ്സറിയിൽ സ്റ്റോക്ക് നിങ്ങൾക്ക് നൽകാൻ പറ്റും. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ അശോകയാണെന്ന് വിചാരിക്കും. പക്ഷേ അശോകയിൽ പെട്ടത് തന്നെ സറാക്ക അശോക എന്ന് പറഞ്ഞ ഫ്ലവറിങ് അവന്യൂ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. കവർ സൈസ് വരുന്നത് 25. ഇതിൻ്റെ ഫ്ലവർ നമ്മളിതിൽ കാണിക്കാം. നല്ല അത്യാവശ്യം നല്ല ഒരു ഓറഞ്ച് കളറിലെ ഫ്ലവർ, അതായത് അശോക ചെത്തി എന്നൊക്കെ മലയാളത്തിൽ പറയും. അപ്പോൾ നല്ല ഒരു ഓറഞ്ച് കളർ വരുന്ന ഒരു ഫ്ലവറിങ് ട്രീ ആണ് നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവന്യൂ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. സറാക്ക അശോക എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇതിൻ്റെ ബിഗ് സൈസ് പ്ലാന്റുകളാണ് ഈ കാണുന്നതെല്ലാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഫോക്സ്റ്റൈൽ പാമ്പിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഈ കാണുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 10-200ഓളം പ്ലാന്റ് 21 കവർ സൈസിൽ തന്നെ നിങ്ങൾ ഇരിക്കുന്നത് കണ്ടില്ലേ. എന്തോ ഇത്രയും വലിയ പ്ലാന്റുകളാണ്, ഒരു 10-12 അടി 15 അടിയോളം പൊക്കമുള്ള വലിയ പ്ലാന്റുകളാണ് 21 കവർ സൈസിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഫോക്സ്റ്റൈൽ പാമ്പിൻ്റെ. പിന്നെ അതേപോലെ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് നമുക്കിതാ ഒരു 7 അടി ഒക്കെ പൊക്കമുള്ള പ്ലാന്റുകളാണ്. 7 അടി 8 അടി പൊക്കമുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. 13 കവർ സൈസ്. ഇതൊക്കെ വെറും ചീപ്പ് റേറ്റ്, വളരെ പ്രൈസ് കുറവിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ വിച്ച് മെരിഗോൾഡിൻ്റെ ഒത്തിരി സ്റ്റോക്ക് ഉണ്ട്, വലിയ സൈസുകൾ. പിന്നെ കെൻഡിയ പാം, അങ്ങനെ തുടങ്ങി ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ, ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പ്ലൂമേരിയയുടെ ഇപ്പോൾ പുതിയ വന്ന സ്റ്റോക്ക് കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റെമ്മിന് വളരെ തിക്നെസ് കുറവും ബ്രാഞ്ചസ് കുറവായിരുന്നു. ഇപ്പോഴത്തെ ഇത് കണ്ട, ഇതിൻ്റെ ഷേപ്പ് നോക്ക് നിങ്ങൾ, ഒരു 6-7 അടിയോളം പൊക്കമുള്ള വലിയ സൈസിലിരിക്കുന്ന പ്ലാന്റുകൾ, അത്യാവശ്യം നല്ല ഇത് കണ്ട, ഇത്രയും ബ്രാഞ്ചസ് ഉള്ള ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ പ്ലൂമേരിയയുടെ പ്രാവശ്യം സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റി നമ്മുടെ നഴ്സറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോർച്ച് ജിഞ്ചറിന് ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ടോർച്ച് ജിഞ്ചർ എന്ന് പറഞ്ഞത്. 2 കളേഴ്സിലാണ് അവൈലബിൾ. റെഡ് അവൈലബിൾ ആണ്, പിങ്കിഷ് കളർ അവൈലബിൾ ആണ്. പിങ്ക് നമുക്കിപ്പോൾ നമ്മളെ നഴ്സറിയിലുള്ളത് ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് ഉള്ളത്. റെഡ് നമുക്ക് മീഡിയം സൈസും ഉണ്ട്, ലാർജ് സൈസും ഉണ്ട്. ഇത് 21 കവർ സൈസിലിരിക്കുന്ന പ്ലാന്റ് ആണ്. അത്യാവശ്യം റേറ്റ് വരുന്ന പ്ലാന്റ് ആട്ടെ ഈ ടോർച്ച് ജിഞ്ചർ എന്ന് പറഞ്ഞത്. ഇത് നമ്മളിപ്പോൾ 1800 ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇതിൻ്റെ സൈസ് നിങ്ങൾ കണ്ടോളൂ. അതിപ്പോൾ ലോഡ് വന്നതുകൊണ്ടാണ് ലീഫ് കുറച്ച് അങ്ങനെ ഒരു ഡാമേജ് പോലെ ഇരിക്കുന്നത്. അത് നമ്മൾ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഏകദേശം ഒരു 6-7 ഷൂട്ടോളം 8 ഷൂട്ടോളം ഉള്ള ഒരു 7 അടി പൊക്കമുള്ള പ്ലാന്റുകളാണ് ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് ഈ ടോർച്ച് ജിഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലും ഈ ഹെലിക്കോണിയ ഫാമിലിയിലുള്ള പ്ലാന്റ്സുകൾ കൊടുക്കുമ്പോൾ വളരെ റയറായിട്ടുള്ള പ്ലാന്റ്സുകളുണ്ട്. അതായത് നമ്മുടെ സെക്സി പിങ്ക്, ഹെലിക്കോണിയ സെക്സി പിങ്ക്, അതേപോലെ തന്നെ റോസ്ട്രേറ്റ, പിന്നെ അതേപോലെ തന്നെ ഇതും നമ്മുടെ ആ ഒരു ഫാമിലി പെട്ടത് തന്നെ ടോർച്ച് ജിഞ്ചർ പ്ലാന്റുകൾ. പിന്നെ അതേപോലെ വിൻസെൻ്റ് റെഡ്, ഹെലിക്കോണിയ, ഓറഞ്ച് ഡോർഫ്, അങ്ങനെ ഇങ്ങനത്തെ ഒക്കെ ഒരു ക്ലസ്റ്റർ പോലെ ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾ ടൈം കംപ്ലീറ്റ് സീസണൊന്നുമില്ല, ഓൾ ടൈം ഫ്ലവറാണ്. അതാണ് ഈ ഹെലിക്കോണിയയുടെ ഒരു പ്രത്യേകത. അപ്പോൾ മാക്സിമം നിങ്ങൾ കഴിയുന്നതും ഹെലിക്കോണിയ ഒക്കെ പോലുള്ള പ്ലാന്റുകൾ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ സജസ്റ്റ് ചെയ്യണമെന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ലാൻഡ്സ്കേപ്പ് നല്ലൊരു ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇത് കണ്ടില്ലേ, റൈഡർ മാച്ചറ അഥവാ ചൈന ഡോള്, ഏത് സൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ റൈഡർ മാച്ചറിൻ്റെ കിട്ടും നിങ്ങൾക്ക്. അതൊക്കെ വലിയ സൈസുകളാണ്. അത് കണ്ടോ, ഒരു 10 അടി 12 അടിയോളം പൊക്കമുള്ള ഈ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ ബുഷ് കണ്ടോ, അത്രയും ബുഷായിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നതല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കലാത്തിയ ലൂട്ടിയുടെ നമ്മൾ ഒരു മിഡിൽ റേഞ്ച് വരുന്നത്. ഒരു 250 റുപ്പീസാണ് ഒരു 6 അടി ഓളം ഹൈറ്റ് വരുന്ന ഈ വലിയ പ്ലാന്റ്സുകൾക്കൊക്കെ നമുക്ക് റേറ്റ് വരുന്നത്. ഇതിൻ്റെ സൈസ് നിങ്ങൾ ഇത് കണ്ടില്ലേ,
ഇതാണ് ഇതിൻ്റെ സൈസ്. അപ്പോൾ ഇതൊക്കെ വരുന്നത് നമുക്കൊരു 250 റേഞ്ചിൽ വരുന്ന പ്ലാന്റുകളാണ്. കലാത്തിയ ലൂട്ടിയുടെ വലിയ പ്ലാന്റുകൾ. പിന്നെ അതേപോലെ തന്നെ വാട്ടർ ഹെലിക്കോണിയ. ഈ വാട്ടർ ഹെലിക്കോണിയ നമുക്ക് പക്ക ഇൻഡോർ ആയിട്ടും കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഔട്ട്ഡോറിലും സെമി ഇൻഡോറിലും നമുക്ക് വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് ഈ വാട്ടർ ഹെലിക്കോണിയ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരുപാട് സൈറ്റുകളിലാണ് നമ്മളിത് പരീക്ഷ നോക്കിയതാണ് ഇൻഡോറായിട്ട് നിൽക്കുമെന്നുള്ളത്. ഇത് നമുക്ക് ഇതിന് ലൈഫ് മാത്രമല്ല ഇതിന് ഫ്ലവറും കൂടി നമുക്ക് ഇൻഡോറിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻറ്റീരിയറിൽ വെക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് ഈ വാട്ടർ ഹെലിക്കോണിയ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ റെഡ് കലാത്തിയ. ഇത് കണ്ടില്ലേ, ഈ റെഡ് കലാത്തിയും നമുക്ക് സെമി ഇൻഡോറായിട്ട് കൊടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് ഈ റെഡ് കലാത്തിയ എല്ലാം. അപ്പോൾ നമ്മുടെ അബിയുവിൻ്റെ ജംബോ സൈസാണ്. ഇത് കണ്ടില്ല, ഒരുപാട് ഉണ്ടായിരുന്നു. ഇവിടെ വരുന്നവർക്കൊക്കെ നമ്മൾ ഇവിടെ പഴുക്കണതിനനുസരിച്ചിട്ട് ഈ സാധനം ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ വീണ്ടും ഇതപ്പോൾ ഒരുപാടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ജംബോ സൈസ് പ്ലാന്റുകളാണ്. 30 കവർ സൈസിലിരിക്കുന്ന ബിഗ് സൈസ് പ്ലാന്റ്. ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾക്ക് നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരുപാടുണ്ട് കേട്ടോ. ഒരു മരത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു 10-15. ഇത് കണ്ടില്ലേ, ഈ കായ എത്ര അധികം വന്നിട്ട് കൊമ്പ് ഒടിയാറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത്ര അധികം ഇത് കണ്ട ഫ്രൂട്ടാണ് ഇപ്പോൾ ഇതിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം പഴുക്കാറായത്. അപ്പോൾ ഈ ഒരു മരത്തിൽ തന്നെ ഒരു 10-25 കായുണ്ട് ഈ കാണുന്നതല്ല. അപ്പോൾ അതൊക്കെ ജംബോ സൈസാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒത്തിരി പ്ലാന്റ്സ് നമ്മുടെ നഴ്സറിയിൽ ലോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മളെ വീഡിയോകളെല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോകൾ എത്തണം. എന്നെങ്കിൽ മാത്രമാണ് മാക്സിമം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഒത്തിരി കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ കൂടാതെ തന്നെ ഇനി വലിയൊരു സർപ്രൈസ് കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ എന്തിൻ്റെ സീസണാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ വളരെ റയറായിട്ടുള്ള കളക്ഷൻസ് ഞാൻ ഉടൻ തന്നെ, ഞാനിപ്പോൾ അതിൽ ഇവിടെ പറഞ്ഞില്ല, വളരെ റയറായിട്ടുള്ള കളക്ഷൻസ് എല്ലാം ഇനി അങ്ങോട്ട് ഈ ഒരു സമ്മറിൽ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സീസണായിട്ട് തന്നെയാണ് ഇനി ഒരു 5-6 മാസം ഇനി അതിൻ്റെ സീസൺ ഉണ്ടതിന് നിങ്ങൾക്ക് എവിടെ കിട്ടാത്ത അത്രയും വെറൈറ്റികൾ നിങ്ങൾക്ക് അബിയാഗാർഡിൽ വന്ന ഡിഫറെൻറ്റ് സൈസിൽ ഡിസംബർ മുതൽ ലാസ്റ്റോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ ഒരു വെറൈറ്റീസാണ് നമ്മുടെ നഴ്സറിൽ സ്റ്റോക്ക് വരുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ എന്ന് പറയുന്ന പോലെ 100% നിങ്ങൾക്ക് ഇവിടുന്ന് 100% വിശ്വാസത്തോടു കൂടി ഒരു ചെടി പോലും ഇനം മാറാതെ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ നഴ്സറിയിൽ നിന്ന് നിങ്ങൾക്ക് പ്ലാന്റുകൾ വാങ്ങി വെക്കാം. പിന്നെ അതേപോലെ തന്നെ കേരളത്തിൽ എല്ലാ സ്ഥലത്തും നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറിഗേഷൻ സിസ്റ്റം, ഓട്ടോമാറ്റിക് ട്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട്, സ്പ്രിംഗ്ലർ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാംഗ്ലൂർ സ്റ്റോൺ ഉണ്ട്, കോബിൾ സ്റ്റോൺ. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ചെയ്ത വർക്കിൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ നമ്മുടെ വീഡിയോ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോസ് തന്നെ വരുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഇതിൻ്റെ ഡിസൈൻ ഉൾപ്പെടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റേതായ നമ്മുടെ ആർക്കിടെക്ട്സ് ഉണ്ട്. നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3D ഡിസൈൻ, 2D ഡിസൈൻ എല്ലാം നമ്മൾ തന്നെയാണ് നമ്മൾ സൈറ്റ് വന്ന് കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്ന അതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള, വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് നമുക്കുള്ളത്. കൂടാതെ തന്നെ നമ്മളൊരു മേൽനോട്ടം കൂടാതെ അവിടെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇത് ചെയ്താൽ മാത്രം പോരല്ലോ, നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് കറക്റ്റ് ഇൻ്റർവെല്ലിലുള്ള ആ ഒരു മെയിൻ്റനൻസ് ആണ്. അപ്പോൾ മെയിൻ്റനൻസ് തേടിയിട്ട് ഒരുപാട് പേര്, കാരണം പലരും വന്ന് ഗാർഡൻ വന്ന് ചെയ്ത് കേട്ട് അങ്ങോട്ട് പോകും, പിന്നെ ആ ഒരു ഭാഗത്തേക്ക് നോക്കില്ല. പക്ഷേ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്ത എല്ലാ പ്രൊജക്റ്റുകളും നമ്മൾ തന്നെയാണ് ഒരു 2 മന്ത് കൂടുമ്പോഴോ അല്ലെങ്കിൽ 1.5 മന്ത് കൂടുമ്പോഴോ നമ്മൾ തന്നെ ആ ഒരു കറക്റ്റ് ഇൻ്റർവെൽ അനുസരിച്ച് നമ്മൾ അതിൻ്റെ ഫെർട്ടിലൈസർ, മെയിൻ്റനൻസ്, ഗ്രാസ് ട്രിമ്മിങ് എല്ലാം നമ്മൾ തന്നെയാണ് വന്ന് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് അതിനുള്ള എല്ലാ തരത്തിലുള്ള നമുക്ക് ട്രെയിൻ ചെയ്ത നമ്മുടെ സ്റ്റാഫുകളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് സർവീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.